യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. വന്ദനം വന്ദനം ശ്രീയേശുനാഥന് വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയ വന്ദനം ചെയ്തിടുന്നു. ഇന്നയോളം എന്നെ നടത്തിയല്ലോ, മന്നതന്നെന്നെ നീ പോറ്റിയല്ലോ. തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിയിടുവേ. തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ജെനസിസ് ചാപ്റ്റർ 9 വേർഡ്സ് 1 and 2. ഉൽപ്പത്തി പുസ്തകം 9 1-2 വാക്യങ്ങൾ. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. And God blessed Noah and his sons and said unto them, Be fruitful and multiply and replenish the earth. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചര ജന്തുക്കൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. And the fear of you and the dread of you shall be upon every beast of the air, and upon every fowl of the air, upon all that moveth upon the earth, and upon all the fishes of the sea, into your hand, and they delivered. സെക്കൻഡ് സെഷനായ റിക് വാറൻസിൻ്റെ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. We cannot add anything to this glory, just as it would be impossible for us to make the sunshine brighter. But we are commanded to recognize His glory, honor His glory, declare His glory, praise His glory, reflect His glory, and live for His glory. Why? Because God deserves it. We owe Him every honor we can possibly give. Since God made all things, He deserves all the glory. The Bible says, You are worthy, O Lord our God, to receive glory and honor and power. For you created everything in the entire universe. Only 2 of God's creations failed to bring glory to Him: fallen angels or demons and us people. Third സെഷനിലേക്ക് പോകാം. Proverbs chapter 8 വേർഡ്സ് 5 and 6. സദൃശ്യവാക്യങ്ങൾ 8-5-6 വാക്യങ്ങൾ. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ, മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ. O ye simple, understand wisdom, and ye fools, be ye of an understanding heart. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. Herefore I will speak of excellent
things, and the opening of my lips shall be right things. Fourth session Matthew chapter 1 verse 14 and 15. മത്തായി 1:14-15. ആശോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആക്കീമിനെ ജനിപ്പിച്ചു, ആക്കീം എലീഹൂദിനെ ജനിപ്പിച്ചു. And Asher begat Sadok, and Sadok begat Akim, and Akim begat Eliud. എലീഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. And Eliud begat Eliezer, and Eliezer begat Mattan, and Mattan begat Jacob. നമുക്ക് ഫിഫ്ത്ത് സെഷൻ സെഷൻ ഫോർ ചിൽഡ്രൻ. ശൗലിൻ്റെ ദുഃഖകരമായ അന്ത്യം. 1 ശമൂവേൽ 31:1-6 വരെ. ഗിൽബോവ മലയിൽ വെച്ച് ഫെലിസ്ത്യർ ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു. വളരെയേറെ ഇസ്രായേലിയർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ശൗൽ രാജാവും മക്കളും ഉൾപ്പെടെ യുദ്ധസ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. എന്നാൽ ഫെലിസ്ത്യർ അവരുടെ പിറകെ ഓടിയെത്തി. അവർ ശൗലിൻ്റെ 3 ആൺമക്കളെ കൊന്നു. യോനാഥാനും അക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു. 4 വശത്തു നിന്നും യുദ്ധം മുറുകി. ശത്രുക്കളുടെ അമ്പേറ്റ് ശൗലിനും വളരെ മുറിവുകൾ ഉണ്ടായിരുന്നു. ശൗൽ തൻ്റെ ആയുധവാഹകനായ യുവാവിനോട്, ദൈവമില്ലാത്ത ഈ ഫെലിസ്ത്യനെ അപമാനിച്ച് കൊല്ലാനിടയാകാതിരിക്കാൻ നിന്റെ വാളുകൊണ്ട് എന്നെ വെട്ടി കൊല്ലുക എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യാൻ അവൻ ധൈര്യമുണ്ടായില്ല. അപ്പോൾ ശൗൽ സ്വന്തം വാളെടുത്തിട്ട് അതിലേക്ക് വീണു. അങ്ങനെ ശൗൽ മരിച്ചെന്ന് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യുവാവും തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു മരിച്ചു. ദാവീദിന് ശൗൽ രാജാവിൻ്റെ മരണത്തിലും തൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്ന യോനാഥാൻ്റെ മരണത്തിലും വലിയ ദുഃഖമുണ്ടായി. 5 സെഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.